This is the structure they used in this program to implement polynomial. This is int num and int coefficient. So you can use instead of num which one, and coefficient and power. This is coefficient and this is power. I explained the concept of two polynomial in that they use the structure like a coefficient is power, but here they use the variables num for coefficient and coefficient for power. So it's a little confusing. Actually, understand the concept what they have used in this program, and you write down the variables which is comfortable for you. Okay. So in this program, they used the term num for coefficient and coefficient for power. So this is program, what you have to check, you have to compare the powers, that means the coefficient. I'm explaining this creation of polynomial. Not creation of the polynomial, addition of the polynomial. This is addition of polynomial. What they have passed 3 pointers. This is for first polynomial, second polynomial, and this is for result, third polynomial. Okay, they declare the variable star ptr1 and star ptr2. Star ptr1 is used to traverse first polynomial. Star ptr2 used to traverse the second polynomial. In the sum num. Sum num means the coefficient part they used which variable num. The coefficient parts are adding and you will get the answer. So to store that sum they used sum num, and C is used for exponent part. Okay, the power part. PTR1 is equal to start 1, PTR2 is equal to start 1. So while PTR1 not equal to null and PTR2 not equal to null, രണ്ട് പോയിന്റേഴ്സും അതായത് രണ്ട് പോളിനോമിയലും നള്ള് അല്ലെങ്കിൽ മാത്രമാണ് ചെക്ക് ചെയ്യും, നള്ളായോ അതായത് ലാസ്റ്റ് എത്തിയോ എന്നുള്ളത്. നള്ള് അല്ലെങ്കിൽ മാത്രമാണ് ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുള്ളൂ. അതിൻ്റെ ഉള്ളിലേ വരുന്നത് 3 കേസസ് ആണ്. ഒന്ന് പി ടി ആറിൻ്റെ കോയഫിഷ്യൻ്റ്, അതായത് ഇവിടെ കോയഫിഷ്യൻ്റ് ഉപയോഗിച്ചത് ഏതിനു വേണ്ടിയിട്ട് പവറാണ്. പി ടി ആറിൻ്റെ പവർ ഇസ് ഈക്വൽ ടു പി ടി ആർ ടുവിൻ്റെ പവർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എൽസ് പി ടി ആറിൻ്റെ പവർ ഗ്രേറ്റർ ദാൻ പി ടി ആർ ടുവിൻ്റെ പവർ ആണോ, അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. ആൻഡ് എൽസ് പാർട്ടിലെ അടുത്തത്, അപ്പോൾ ഒരു കാരണം കഴിഞ്ഞു, രണ്ടെണ്ണം കഴിഞ്ഞു, മൂന്നാമത്തെ എൽസ് ഇഫിൽ എന്ത് ചെയ്യണം, പി ടി ആർ വണ്ണിൻ്റെ കോയഫിഷ്യൻ്റ് മീൻസ് ശരിക്കും പവർ ലെസ് ദാൻ പി ടി ആർ ടുവിൻ്റെ പവർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം വൈൽ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വൈലിൻ്റെ ക്ലോസ് ആണ് ഇവിടെ. ഇനി ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഒരു പോളിനോമിയൽ കഴിയും, അതായത് പി ടി ആർ വൺ നോട്ട് ഈക്വൽ ടു നള്ളിന് പകരം പി ടി ആർ വൺ ഈക്വൽ ടു നള്ള് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പി ടി ആർ വൺ ആണ് നള്ളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പി ടി ആർ ടുവിനെ വെറുതെ അറ്റാച്ച് ചെയ്താൽ മതി. പി ടി ആർ ടു ആണ് നള്ളെങ്കിൽ പി ടി ആർ വണ്ണിനെ വെറുതെ റിസൾട്ടിനോട് അറ്റാച്ച് ചെയ്താൽ മതി. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാലാണ് റിട്ടേൺ സ്റ്റാർട്ട് 3 ചെയ്യുള്ളൂ. ഇനി അതിനുള്ള ലോജിക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് രണ്ടുപേരും നള്ളല്ലെങ്കിൽ മാത്രം ഉള്ളിലേക്ക് കടക്കുന്നു. രണ്ടുപേരുടെയും പവർ പാർട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ രണ്ടുപേരുടെയും സം നമ്മിൽ ഇതിൻ്റെ നമ്പറും ഇതിൻ്റെ നമ്പറും കൂടിയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് 3ൽ എന്ത് ചെയ്യുന്നു, ആഡ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നു. ആരെന്നെ പാസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് 3നെ. കണ്ടുപിടിച്ച സമ്മാണ് ഇപ്പോഴത്തെ വാല്യൂ. ആൻഡ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതിൽ ആരുടെ പവർ ആയാലും പി ടി ആർ വൺ ഓഫ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് പി ടി ആർ ടു ഓഫ് കോഎഫിഷ്യൻ്റ് ആയാലും കുഴപ്പമില്ല.
ഇവിടെ കോഎഫിഷ്യൻ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾ നമ്പറും കോഎഫിഷ്യൻറ്റും ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്താ? ഒന്നല്ലെങ്കിൽ നമ്പറിന് പകരമാണ് ഇപ്പോൾ മുന്നത്തെ പ്രോഗ്രാമിലൊക്കെ കോഎഫിഷ്യൻറ്റും പിന്നെ എക്സ്പൊണൻറ്റും ആണ് നമ്മളൊരു പ്രോഗ്രാം പഠിച്ചതിൽ യൂസ് ചെയ്തത്. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതിൽ എന്തായിരുന്നു യൂസ് ചെയ്തത്? കോഎഫിഷ്യൻറ്റും പവറും ആണ് യൂസ് ചെയ്തത്, ഈ രണ്ട് വേരിയബിൾ. സോ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ആണ് കേട്ടോ ഈ പ്രോഗ്രാമിൽ അവർ മീൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. സോ ആഡ് എന്ന് വിളിക്കുമ്പോൾ നേരെ കൺട്രോൾ എവിടേക്ക് പോവും? ആഡ് നോഡിലേക്ക് പോവും. ഇതാണ് ആഡ് നോഡിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇവിടേക്ക് കൺട്രോൾ വന്നിട്ട് അപ്പോൾ പോയിൻ്റർ 3 വരും, സമ്മ് കണ്ടിട്ടുള്ള വാല്യൂ വരും, അതിൻ്റെ പവറും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നോഡാക്കി സെറ്റ് ചെയ്യുന്ന ഭാഗം. എൽസ് ആണെങ്കിൽ, അതായത് ക്രിയേറ്റ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സെയിം പാർട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റ് നോഡല്ല, ബാക്കിയുള്ള നോട്ട്സ് ആണെങ്കിൽ ട്രാവേഴ്സ് ചെയ്യുക, അതിലോട്ട് വാല്യൂ കൊടുക്കുക, എൻ്റെ PTR നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ നോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ എത്തും. ഇതാ വിളിച്ച സ്ഥലത്ത് തന്നെ എത്തും. വിളിച്ച സ്ഥലത്ത് എത്തും എന്ന് പറയുമ്പോൾ അപ്പം റിട്ടേൺ ചെയ്ത വാല്യൂ എവിടേക്ക് കൊടുക്കും? സ്റ്റാർട്ട് 3ലേക്ക് കൊടുക്കും. അതായത് അവരുടെ രണ്ടുപേരുടെയും സമ്മ് കണ്ട് സ്റ്റാർട്ട് 3ൽ ഒരു നോഡ് ഉണ്ട് എന്നർത്ഥം. അതിനുശേഷം PTRനെ ഒന്ന് മൂവ് ചെയ്യും, PTR 2നെയും ഒന്ന് മൂവ് ചെയ്യും. രണ്ടുപേരെയും മൂവ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും പവർ ഈക്വൽ ആണെങ്കിൽ രണ്ടുപേരും ആഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ രണ്ട് ടേംസും എന്ത് ചെയ്തു? നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എന്താ കേസ്? PTR 1ൻ്റെ ഡിഗ്രിയാണ് PTR 2ൻ്റെ ഡിഗ്രിയേക്കാളും വലുതെന്നുണ്ടെങ്കിൽ അപ്പം പാസ് ചെയ്യേണ്ടത് 1ൻ്റെ ടേമാണ്. സോ ആ ആഡ് നോഡിൽ ആരെ പാസ് ചെയ്യും? PTR 1ൻ്റെ നമ്പറും അതിൻ്റെ പവറും പാസ് ചെയ്യും. അപ്പോൾ ആഡ് ഫംഗ്ഷനിൽ പോയിട്ട് ഒരു ടേം ഉണ്ടാക്കും, എന്നിട്ട് അതിവിടെ റിട്ടേൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് ആരേനെ മാത്രം മൂവ് ചെയ്താൽ മതി? PTR 1നെ മൂവ് ചെയ്താൽ മതി. ഇനി നേരെ തിരിച്ച് PTR 2 ആൻ്റെ പവറാണ് വലുതെങ്കിൽ അപ്പം പാസ് ചെയ്യേണ്ടത് 2ൻ്റെ ടേമും 2ൻ്റെ കോഎഫിഷ്യൻറ്റും. 2നെ മാത്രം മൂവ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വൈൽ ലൂപ്പ് ആയതുകൊണ്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്യും, രണ്ടുപേരും നള്ളായോ എന്ന് നോക്കും. രണ്ടുപേരും നള്ളായിട്ടില്ലെങ്കിൽ വീണ്ടും ഈ ഒരു പ്രോസസ്സ്, അതായത് അഡീഷൻ ഓഫ് പോളിനോമിയൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിസ്പ്ലേ വിളിക്കുമ്പോൾ റിസൾട്ട് കാണും. ഇതാണ് അഡീഷൻ ഓഫ് പോളിനോമിയൽസിൻ്റെ പ്രോഗ്രാം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കുക. ഇപ്പം ലാസ്റ്റ് പറഞ്ഞ പ്രോഗ്രാംസിൻ്റെ ഒന്നും സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലില്ല. ഇനി കോളേജിലെങ്ങാനും പോകുമ്പോൾ ഞാൻ അവിടെ നിന്നൊന്ന് ചെക്ക് ചെയ്ത്, ഇപ്പം നിങ്ങൾ ചെയ്യുമല്ലോ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഹാർഡ് കോപ്പിയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഓൾട്ടറേഷൻസ് വരുത്തണം. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. Hi students, this is a program to store a polynomial using linked list. Also perform addition and subtraction on two polynomials. As per your lab questions, you have to study the addition of polynomials so you can avoid subtraction from this program. So you do the appropriate changes what you have to do as per the requirement. You can avoid all the subtract related operations from this program. So first you have to write down the header files, create a node and create start node. This is for first polynomial, second polynomial, and this is 3, 4. By taking two polynomial you have to find out the sum of two polynomials. That will be stored in start 3. You can avoid start 4. This is for subtraction. Then this function create polynomial and display the first polynomial. And not only the first, create polynomial and create display the polynomial. Then addition polynomial, this one you can avoid. This is add node function declaration. Then after that the main starts. In the main menu comes, you can avoid the subtract and display the result. The rest others we need. And in the switch, create, display, create
display. So this is first polynomial and this is second polynomial. This is adding. So start 1, start 2 is passing and start 3. You will get the answer in start 3 and display the result. You can avoid this part. And this is function definition part. Struct node create polynomial. You are going to create a node. Here they declared 2 pointers, new node and ptr, and int n and c. Enter a number. In the previous program, we declared the variables like for coefficient part and exponent part. Here they used, you can do the appropriate changes, okay. 6x square means this is the coefficient part and this is the exponent part. But in this program, they have considered 6 as a number and its coefficient means this is as a coefficient. So if you will be feel confusing, ഇതൊരു കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് അവരിവിടെ കോഎഫിഷ്യൻറ്റ് പാർട്ട് ചോദിച്ചു, അതിൻ്റെ എക്സ്പൊണൻറ്റ് പാർട്ട് ചോദിച്ചു. ഓക്കെ, സോ എന്നിലെ കോഎഫിഷ്യൻ്റ് ഉണ്ട്, സിയിലെ എക്സ്പൊണൻ്റ് ഉണ്ട്. ചെക്ക് ചെയ്തു, എന്നിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ നമുക്ക് നിർത്തണം എന്നർത്ഥം. അതുവരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് ആദ്യത്തെ നോഡാണ്. സ്റ്റാർട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നത്തെ അതേപോലെ തന്നെ ക്രിയേഷൻ്റെ ന്യൂ നോഡ് വെച്ച് MLOക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡിൻ്റെ നമ്മിലെ n വാല്യൂ അതിൻ്റെ കോഎഫിഷ്യൻറ്റിലെ, അതായത് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് അവരെ എക്സ്പൊണൻ്റാണ്. ഇവരെ അതായത് ഈ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ട്രക്റ്റ് നോഡിനെ. ഇതിനെ നമ്മായിട്ടും ഇത് കോഎഫിഷ്യൻ്റായിട്ടും രണ്ട് തരത്തിൽ പഠിക്കുമ്പോൾ കൺഫ്യൂസിങ് ആണ്. സോ മുന്നേ പഠിച്ച മാതിരി എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ച പോലെ ഇത് കോഎഫിഷ്യൻറ്റും അല്ലെങ്കിൽ ഇത് എക്സ്പൊണൻറ്റും അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. അതായത് കോഎഫിഷ്യൻ്റ് പാർട്ടിലെ n പോയി, അതിൻ്റെ എക്സ്പൊണൻ്റ് പാർട്ടിലെ c പോയി. ഓക്കെ, സോ അതിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അതിൻ്റെ സോഫ്റ്റ് കോപ്പി എൻ്റെ ഇല്ല, സോ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ നള്ള് കൊടുത്തു, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് കൊടുത്തു. ഈ പാർട്ട് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക, ഫസ്റ്റ് നോഡാണ് ആദ്യത്തെ നോഡ് എങ്കിൽ മാത്രം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ആഡ് ചെയ്യുന്ന നോഡിലെ സ്റ്റാർട്ടിലെ നള്ളാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് മീൻസ് ഇഫ് പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ്. അല്ലെങ്കിൽ എൽസിലേക്ക് പോയിട്ട് PTR ഡമ്മി വേരിയബിൾ ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡിലെത്തി, ന്യൂ നോഡിനെ സൈസ് അലോക്കേറ്റ് ചെയ്തു, അതിൻ്റെ നമ്പറും എക്സ്പൊണൻറ്റ് വാല്യൂം സെറ്റ് ചെയ്തു, നള്ള് സെറ്റ് ചെയ്തു, PTRൻ്റെ നെക്സ്റ്റിൽ ന്യൂ നോഡ് കൊടുത്തു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ചോദിക്കും നമ്പർ എത്രയാണെന്ന്. -1 ആണെങ്കിൽ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് റീഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ സ്റ്റാർട്ട്. ഡിസ്പ്ലേ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് PTR ഡമ്മി വെച്ചു, നോട്ട് ഈക്വൽ ടു നൾ വരെ. ഇത് രണ്ടിൻ്റെയും വാല്യൂ നമ്മും കോഎഫിഷ്യൻറ്റും ഡിസ്പ്ലേ ചെയ്തു. PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ്, ലാസ്റ്റ് റിട്ടേൺ സ്റ്റാർട്ട്. ഇനി ആഡ് പോളിനോമിയൽ. ഈ പാർട്ടാണ് ഇവിടെ പുതിയത്. മുന്നത്തെ ക്രിയേഷനും ഡിസ്പ്ലേയും ഓൾറെഡി ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്തതാണ്. സോ ദിസ് ഈസ് വൺ അഡീഷൻ ഓഫ് പോളിനോമിയൽസ്. പോളിനോമിയലെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് 1 പാസ് ചെയ്യുന്നുണ്ട്, 2 പാസ് ചെയ്യുന്നുണ്ട്, 3 പാസ് ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3-ലായിരിക്കും ആൻസർ ഉണ്ടാവുക. സോ സ്ട്രക്റ്റ് നോഡ് PTR1 PTR2 int sum num and c. ഓക്കെ, ഇനി PTR 2 ഡമ്മി പോയിൻറ്റേഴ്സ്, PTR സ്റ്റാർട്ട് 1ലേക്കും PTR2 സ്റ്റാർട്ട് 2ലേക്കും കൊടുത്തു. ഏതുവരെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം, PTR ഓഫ് 1 നോട്ട് ഈക്വൽ ടു നള്ളാവുന്നത് വരെയും PTR2 നോട്ട് ഈക്വൽ ടു നള്ളാവുന്നത് വരെയും. ആൻഡ് ഇട്ട് കഴിഞ്ഞാൽ 2 കണ്ടീഷനും ഈ 2 പാർട്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമാണ് ഉള്ളിലേക്ക് കിടക്കുള്ളൂ. അതിലേതെങ്കിലും ഒരാളുടെ കഴിഞ്ഞെങ്കിൽ പിന്നെ വെറുതെ അറ്റാച്ച് ചെയ്താൽ മതി എന്നർത്ഥം. ഇനി കോഎഫിഷ്യൻറ്റിനെ, അതായത് ഇവരുടെ നമ്പേഴ്സിനെ പോളിനോമിയൽസിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ PTRൻ്റെ കോഎഫിഷ്യൻറ്റും രണ്ടാമത്തെ PTRൻ്റെ കോഎഫിഷ്യൻറ്റും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ശരിക്കും ഈ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എക്സ്പൊണൻ്റാന്ന് പറഞ്ഞല്ലോ, ഡിഗ്രിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഡിഗ്രി സെയിം ആണെങ്കിലേ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. സോ എസ് നം ഈസ് ഈക്വൽ ടു PTR ഓഫ് നമ്മും PTR ഓഫ് 2ഉം കൂടി ആഡ് ചെയ്തു. സ്റ്റാർട്ട് 2ലെ എന്ത് ചെയ്തു, ആ നോഡ് ആഡ് ചെയ്തു. നോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റർ വിട്ടു, നം പാർട്ട് അതായത് സം നം അതാണ് ഇപ്പോഴത്തത്, അതിൻ്റെ കോഎഫിഷ്യൻ്റെ കൂടി വിട്ടു. അതിനുശേഷം 2 പോയിൻറ്റേഴ്സിനെയും എന്ത് ചെയ്തു, മൂവ് ചെയ്തു.
ഓക്കെ, ടേംസിനെ. ഇനി അതിൻ്റെ ഡിഗ്രീസാണ് കമ്പയർ ചെയ്തിട്ടാണ് പോളിനോമിയൽസിൻ്റെ അഡീഷൻ ചെയ്യുന്നത്. സോ കോഎഫിഷ്യൻറ്റിലെ ആരാണ് വലുതെന്ന് നോക്കുക. പി ടി ആറിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് എക്സ്പൊണൻ്റ് പാർട്ടാണ് പി ടി ആർ 2നേക്കാളും വലുതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിലെ പി ടി ആറിൻ്റെ നമ്മിനെ വിടണം, അതിൻ്റെ കോഎഫിഷ്യൻറ്റിന് വിടണം. ഓക്കെ, എന്നിട്ട് പി ടി ആറിനെ ഒന്ന് മൂവ് ചെയ്യണം. അതും അല്ലാന്നുണ്ടെങ്കിൽ ആരായിരിക്കും വലുത്, പി ടി ആർ 2 ആയിരിക്കും വലുത്. അപ്പോൾ പാസ് ചെയ്യേണ്ടത് ആരെന്നെയാണ്, പി ടി ആർ 2ൻ്റെ കോഎഫിഷ്യൻറ്റും 2ൻ്റെ നമ്മുമാണ് സ്റ്റാർട്ട് 3ൽ പാസ് ചെയ്യേണ്ടത്. അതായത് നോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ടി ആർ 2നെ മൂവ് ചെയ്യണം. ഇത്രയും 3 കേസസാണ് പോളിനോമിയലിന് വരുന്നത്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ സമ്മ് കാണാൻ പറ്റും. ഇനി പി ടി ആർ 1 നള്ളാണെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഒരെണ്ണം ഒരു പോളിനോമിയൽ ആദ്യം തീരുവാണെങ്കിൽ റെസ്റ്റ് എന്ത് ചെയ്യുക, വെറുതെ കോപ്പി ചെയ്തിടുക. ഇപ്പോൾ പി ടി ആർ 1 നള്ളാണെങ്കിൽ പി ടി ആർ 2 നള്ളാവുന്നത് വരെ പി ടി ആർ 2ലത്തെ ഡാറ്റാസ് പുതിയ അഡീഷൻ ആഡ് ചെയ്ത് സമ്മ് കിട്ടില്ലേ, സം ഓഫ് പോളിനോമിയലിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിടുക. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഈ പാർട്ടിടുക. ഇത്രയും കഴിഞ്ഞാലാണ് അഡീഷൻ ഓഫ് പോളിനോമിയൽസ് കഴിയുള്ളൂ. ഓക്കെ, എൻ്റെ ഡിസ്പ്ലേ റിസൾട്ട് ചെയ്യാൻ അത് ചെയ്താൽ മതി.